അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി അൽ ഫായിസീന ബിരിദല്ലാഹി അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമ. ക്ലാസ് 3 തഫ്സീറുൽ ജലാലൈനി സബക്ക് 10 സൂറത്തുൽ ബഖറ ആയത്ത് 25. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ വെല്ലുവിളിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു സൂറത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആയത്തുകളോ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് വെല്ലുവിളിച്ചതിന് ശേഷം അവരുടെ അശക്തതയും വെളിവാക്കിയതിന് ശേഷം അല്ലാഹു പറയുകയാണ്, ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ. അങ്ങനെ കാഫിരീങ്ങൾക്ക് ഒരുക്കി വെച്ച നരകത്തെയും ശിക്ഷയെയും ഒക്കെ വെളിവാക്കിയതിന് ശേഷം അല്ലാഹു പ്രവാചകനോട് പറയുന്നു, വബശ്ശിർ, അഖ്ബിർ നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക, അല്ലദീന ആമനു വിശ്വസിച്ചവരോ ആയ ആളുകളോട്, സ്വദ്ദഖൂ ബില്ലാഹി അള്ളാഹുവിനെ വിശ്വസിച്ചവരായ ആളുകളോട് അങ്ങ് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക. അവർ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു, സൽപ്രവർത്തികൾ ചെയ്തിരിക്കുന്നു, മിനൽ ഫുറൂദി വന്നവാഫിലി, ഫർലായതും സുന്നത്തായതുമായ കാര്യങ്ങളിൽ നിന്ന് സൽപ്രവർത്തനങ്ങളെയും അവർ ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ആളുകളോട് താങ്കൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണം, വിവരമറിയിച്ചു കൊടുക്കണം. ബഷിർ, സന്തോഷവാർത്ത അറിയിക്കുക. അഖ്ബിർ, അത് മാനയായി പറയുകയാണ്, അഖ്ബിർ, അങ്ങ് വിവരമറിയിച്ചു കൊടുക്കണം. അല്ലദീന ആമനു, വിശ്വസിച്ചവരായ കൂട്ടർക്ക്, സ്വദ്ദഖൂ ബില്ലാഹി, അള്ളാഹുവിനെ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ വാസ്തവമാക്കിയിരിക്കുന്നു അവർ, വഅമിലുസ് സ്വാലിഹാത്തി, സൽപ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നു, മിനൽ ഫുറൂദി, ഫർലായ കാര്യങ്ങളിൽ നിന്നും, വന്നവാഫിലി, സുന്നത്തായ കാര്യങ്ങളിൽ നിന്നും. എന്താണ് അറിയിക്കേണ്ടത്? അന്ന ഐ ബി അന്ന ലഹും, അവർക്കുണ്ട് എന്ന്, നിശ്ചയം അവർക്ക് ഉണ്ട് എന്ന്, ജന്നാത്തിൻ, തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, സ്വർഗപ്പൂന്തോപ്പുകൾ, ഹദായിക്കിൻ ദാതി ശജറിൻ വ മസാകിനിൻ, നിറയെ മരങ്ങളും താമസ സ്ഥലങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങൾ അവർക്ക് ഉണ്ട് എന്ന് നബിയെ താങ്കൾ അവർക്ക് അറിയിച്ചു കൊടുക്കണം. മാത്രമല്ല, തജ്രീ മിൻ തഹ്തിഹ ഐ തഹ്തി അഷ്ജാരിഹ, ആ മരങ്ങൾക്കടിയിലൂടെ ഒഴുകുന്നു, വഖുസൂരിഹ, ആ സ്വർഗപ്പൂന്തോപ്പിലെ കൊട്ടാരങ്ങൾക്കും മരങ്ങൾക്കുമൊക്കെ അടിയിലൂടെ ഒഴുകുന്നുണ്ട്, ഒഴുകി നടക്കുന്നുണ്ട്. അൽ അൻഹാറു, പുഴകൾ, നദികൾ ഒഴുകുന്നുണ്ട്. ഐ അൽ മിയാഹു ഫീഹ, ആ നദികളിലെ വെള്ളങ്ങൾ ഒഴുകുന്നുണ്ട്. നദി ഒഴുകുക എന്ന് പറഞ്ഞാൽ അതിലെ വെള്ളം ഒഴുകുക, പുഴയിലെ വെള്ളം ഒഴുകുന്നു. വന്നഹ്റു, നെഹ്ർ എന്ന് പറഞ്ഞാൽ അൽ മൗദിഉ അല്ലദി യജ്രി ഫീഹിൽ മാഉ, അൽ മൗദിഉ ഒരു സ്ഥലമാണ്, അല്ലദി എങ്ങനത്തെ സ്ഥലം, യജ്രി ഫീഹി അതിലൂടെ ഒഴുകുന്നു, അൽ മാഉ വെള്ളം, വെള്ളമൊഴുകുന്ന സ്ഥലത്തിനാണ് നെഹ്ർ എന്ന് പറയുന്നത്. അതാണ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു എന്ന് പറയാൻ കാരണം. ലി അന്നൽ മാ, എന്തുകൊണ്ടാണ് അതിന് നെഹർ എന്ന് പറയുന്നത് വെള്ളമൊഴുകുന്ന സ്ഥലങ്ങൾക്ക്? ലി അന്നൽ മാഹ, കാരണം വെള്ളം, യൻഹറുഹു, ആ സ്ഥലത്തെ കുഴിച്ചിട്ടുണ്ട്, യുഹ്ഫിറുഹു, അതിനെ കുഴിയാക്കിയിട്ടുണ്ട്, അവിടെ ഒഴുകിയിട്ട് കുഴിയാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങൾക്കാണ് നെഹർ എന്ന് പറയുന്നത്. വ ഇസ്നാദുൽ ജരീ ഇലൈഹി, ഒഴുകുക എന്ന വിശേഷണത്തെ ആ നെഹറിലേക്ക് ചേർത്തി പറയാൻ കാരണം, തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, ആ മരങ്ങൾക്കും കൊട്ടാരങ്ങൾക്കും അടിയിലൂടെ പുഴകൾ ഒഴുകുന്നു എന്ന ആ ഒഴുകുക എന്ന വിശേഷണത്തെ നെഹറിലേക്ക് ചേർത്തി പറയാൻ ഇസ്നാദ് ചെയ്യാനുള്ള കാരണം അതാണ്. വ ഇസ്നാദുൽ ജരീ ഇലൈഹി, ആ ജരി എന്ന ഒഴുകുക എന്ന വിശേഷണത്തെ പുഴയിലേക്ക് ചേർത്തി പറയാൻ, പുഴയിലേക്ക് ചേർത്തി പറയുന്നത് മജാസുൻ, അത് മജാസിയായിട്ടാണ്, ആലങ്കാരിക പ്രയോഗമാണ് അത്. ശരിക്കും പുഴ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ പുഴയല്ല അവിടെ ഒഴുകുന്നത്, പുഴയിലെ വെള്ളമാണ് ഒഴുകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ആലങ്കാരികമാണ്, മജാസാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, കുല്ലമാ റുസിഖൂ മിൻഹ, ആ സ്വർഗത്തിൽ നിന്നും അവർക്ക് നൽകപ്പെടുമ്പോഴൊക്കെ, ഭക്ഷിക്കപ്പെടുമ്പോഴൊക്കെ, ഉത്ഇമൂ മിൻ തിൽക്കൽ ജന്നാത്തി, ആ സ്വർഗപ്പൂന്തോട്ടങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകപ്പെടുമ്പോഴൊക്കെ, മിൻ സമറത്തിൻ, ഫലങ്ങളാലും, റിസ്കൻ, ഭക്ഷണമായിക്കൊണ്ട് ഫലങ്ങളെ നൽകപ്പെടുമ്പോൾ, കാലു, അവർ പറയുന്നു, ഹാദല്ലദീ റുസിഖ്നാ, ഇത് തന്നെയല്ലേ ഞങ്ങൾക്ക് മുമ്പും ലഭിച്ചത്, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് തന്നെയല്ലേ ഞങ്ങൾക്ക് മുമ്പും ലഭിച്ചത്, ഐ മിസ്ലു മാ റുസിഖ്നാ മിൻ ഖബലു, ഞങ്ങൾക്ക് മുമ്പ് ലഭിച്ചതുപോലെ തന്നെയാണല്ലോ ഇതും എന്നവർ പറയുന്നു. ഐ ഖബ്ലഹു ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ തന്നെ മുമ്പ് ലഭിച്ചത്. അവിടെ ശ്രദ്ധിക്കേണ്ടത്
ഖബ്ലഹു ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ തന്നെ മുമ്പ് ലഭിച്ചത്, തൊട്ട് മുമ്പായിട്ട് ലഭിച്ച പഴവും ഇതുപോലെ തന്നെയല്ലേ എന്ന് അവർ പറയുമ്പോൾ മിൻ ഖബിൽ എന്നുള്ള റുസിഖ്ന മിൻ ഖബിൽ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം സ്വർഗത്തിൽ വെച്ച് തന്നെയാണ്, അല്ലാതെ ഭൂമിയിൽ വെച്ചല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഖബ്ലഹു ഫിൽ ജന്നത്തി എന്നവിടെ ഖാസാക്കി പറഞ്ഞിട്ടുള്ളത്. ലിതുശാബിഹി സിമാറുഹ, അതിലെ പഴങ്ങളൊക്കെ പരസ്പരം സദൃശമായത് കാരണത്താലാണ്, ഒരേപോലെയുള്ളത് കാരണത്താലാണ് അവർ അങ്ങനെ പറയുന്നത്. വ ഊതു ബിഹി, അവർക്ക് നൽകപ്പെടുന്നു, കൊണ്ടുവരപ്പെടുന്നു. ഐ ജിഊ ബിർ റിസ്ഖി, അവർക്ക് ആ സ്വർഗത്തിൽ കൊണ്ടുവരപ്പെടുന്നു. മുതശാബിഹൻ, സാദൃശ്യങ്ങളായ പഴങ്ങളെ. യുശബ്ബിഹു ബഅ്ലുഹു ബഅ്ലൻ, ചിലത് ചിലതിനോട് സദൃശമായിട്ടുണ്ട്, ഒരുപോലെയായിട്ടുണ്ട്. ലൗനൻ, നിറത്താൽ. പക്ഷേ വയഖ്തലിഫു തുഅമ, അവ രുചിയിൽ വ്യത്യാസപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ രുചിയിൽ വ്യത്യാസമുള്ള, ഒരേപോലെയുള്ള, ഒരേ കളറിലുള്ള, ഒരേ നിറത്തിലുള്ള പഴങ്ങളെ അവർക്ക്, ഒരേ സാദൃശ്യ രൂപമുള്ള പഴങ്ങളെ അവർക്ക് നൽകപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഖാലൂ ഹാദല്ലദീ റുസ്ഖ്നാ മിൻ ഖബൽ, ഇത് തന്നെയല്ലേ ഞങ്ങൾക്ക് മുമ്പ് ലഭിച്ചത് എന്നവർ പറയുന്നത്. പക്ഷേ അവരത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ, അതവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നു ഇത് മുമ്പ് കഴിച്ചതിനേക്കാൾ വ്യത്യസ്തമുണ്ടെന്നും മുമ്പ് കഴിച്ചതിനേക്കാൾ രസകരമാണ്, രുചികരമാണ് എന്നും അവർ മനസ്സിലാക്കുന്നു. വലഹും, തീർന്നിട്ടില്ല, വലഹും അവർക്കുണ്ട്, ഫിഹ ആ സ്വർഗത്തിൽ, അസ്വാജുൻ ഭാര്യമാരുണ്ട്, ഭാര്യമാരുണ്ട്, മിനൽ ഹൂരി, ഹൂരിനീങ്ങളായ സ്ത്രീകളാലും, വഹൈഹ അവരല്ലാത്തതുമായ സ്ത്രീകളിൽ നിന്നുമൊക്കെ അവർക്ക് ആ സ്വർഗത്തിൽ നല്ല ഇണകളുണ്ട്. മുതഹ്ഹറത്തുൻ, ആ ഇണകളൊക്കെ പതിവ്രതരാണ്, പരിശുദ്ധരാണ്. മിനൽ ഹൈലി, ഹൈലിൽ നിന്നും, വകുല്ലു ഖദിരിൻ, അത്തരത്തിൽ ഹൈല് പോലെയുള്ള എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും പതിവ്രതരായിട്ടുള്ള നല്ല ഹൂറുലീങ്ങളായ ഇണകളും അവർക്ക് ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. വഹും ഫിഹ, വഹും അക്കൂട്ടർ, ആ മുഅ്മിനീങ്ങളായ അള്ളാഹുവിനെ വിശ്വസിച്ചവരായ നല്ല സൽപ്രവർത്തികൾ ചെയ്തവരായ ആളുകളുണ്ടല്ലോ, ഫിഹ അവരാ സ്വർഗത്തിൽ, ഖാലിദൂന അവർ ശാശ്വതരാണ്, മാക്കിസൂന അബദൻ കാലാകാലമായി താമസിക്കുന്നവരാണ്, ലായഫ്നൂന അവർ ആ സ്വർഗത്തിൽ നശിക്കുന്നില്ല, മരണം കൊണ്ടോ മറ്റോ നശിച്ചു പോകുന്നില്ല. ദുന്യാവിൽ മരിച്ചു പോകുന്നത് പോലെ, ഖബറിൽ കൊണ്ടുവച്ച് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത് പോലെ അവർ ആ സ്വർഗത്തിൽ നശിച്ചു പോകുന്നില്ല. വലാ യുഖ്റജൂന അവർ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുമില്ല. ദുന്യാവിൽ മരണം കൊണ്ട് അവർ ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുപോലെ ആ സ്വർഗത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെടുകയുമില്ല. മാക്കിസൂന അബദൻ അവർ കാലാകാലം സ്ഥിരമായിക്കൊണ്ട് ആ സ്വർഗത്തിൽ താമസിക്കുന്നവരാണ്. വനസല, ഇനി ശേഷം പറയാൻ പോകുന്ന ആയത്ത് ഇറങ്ങിയത്. ഖുർആനിൽ തഫ്സീറുകളിൽ നസലയും നസലത്ത് എന്ന രണ്ട് പ്രയോഗങ്ങൾ കാണാൻ പറ്റും. നസല എന്നും കാണാൻ, നസലത്ത് എന്നും കാണാൻ കഴിയും. സബബുൻ നുസൂൽ വിശദീകരിക്കുമ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങളും കാണാൻ പറ്റും. നസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ശേഷം പറയാനിരിക്കുന്ന ആയത്ത് ഇറങ്ങിയെന്ന് അർത്ഥം മനസ്സിലാക്കണം. നസലത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആയത്ത് അല്ലെങ്കിൽ മുമ്പ് ഓതിയ ആയത്ത് ഇറങ്ങി എന്ന് മനസ്സിലാക്കണം. ആ രണ്ട് അർത്ഥങ്ങൾ അതിലുള്ള വ്യത്യാസങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വനസല ഇനി ശേഷം പറയാൻ പോകുന്ന ആയത്ത് ഇറങ്ങിയത്, അതിൻ്റെ സബബുൻ നുസൂൽ വിശദീകരിക്കുകയാണ്, ഇറങ്ങാനുള്ള കാരണം വിശദീകരിക്കുകയാണ്. വനസല അത് ഇറങ്ങിയത് റദ്ദൻ അത് മറുപടിയായിട്ട് ഇറങ്ങിയതാണ്. ലിഖൗലിൽ യഹൂദി യഹൂദികളുടെ വാക്കുകൾക്ക്. ലമ്മാ ദറബല്ലാഹുൽ മസല ബിദ്ദുബാബി അല്ലാഹു ഈച്ചയെ കൊണ്ട് ഉദാഹരണം പറഞ്ഞപ്പോൾ, ഫി ഖൗലിഹി അല്ലാഹുവിൻ്റെ ഖൗലിൽ, വഇൻ യസ്ലുബുഹുമുദ്ദുബാബു ഷൈഅൻ വനസല ഇനി ശേഷം പറയാൻ പോകുന്ന ആയത്ത് ഇറങ്ങിയത് റദ്ദൻ ലി ഖൗലിൽ യഹൂദി യഹൂദികളുടെ വാക്കിന്, അവരുടെ സംസാരത്തിന് മറുപടിയായിട്ടാണ്. എന്താണ് അവർ പറഞ്ഞത്? ലമ്മാ ദറബല്ലാഹുൽ മസല അള്ളാഹു ഉദാഹരണം പറഞ്ഞപ്പോൾ, ബിദ്ദുബാബി ഈച്ചയെ ഉദാഹരണമായി അള്ളാഹു പറഞ്ഞു. ഫി ഖൗലിഹി അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ 73-ാമത്തെ ആയത്തിൽ അള്ളാഹു ഈച്ചയെ ഉദാഹരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, വഇൻ യസ്ലുബുഹുമുദ്ദുബാബു ഷൈഅൻ ഇനി അവരുടെ പക്കൽ നിന്നും ആ ഈച്ച വല്ല വസ്തുവും തട്ടിയെടുക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പോലും മോചിപ്പിക്കാൻ പോലും അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദൈവങ്ങൾക്ക്, ഈ ബിംബങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു ഈച്ചയെ ഉദാഹരണമായി പറയുന്നുണ്ട്. വൽ അങ്കബൂത്ത അതുപോലെ തന്നെ എട്ടുകാലിയെയും അള്ളാഹു ഉദാഹരണമായി പറയുന്നുണ്ട്. ഫി ഖൗലിഹി കമസലിൽ അങ്കബൂത്തി സൂറത്തുൽ അങ്കബൂത്തിൽ 41-ാമത്തെ ആയത്തിലായി അള്ളാഹു പറയുന്നുണ്ട്, കമസലിൽ അങ്കബൂത്തി അവരുടെ പ്രവർത്തനങ്ങൾ അവർ എട്ടുകാലിയെപ്പോലെയാണ്, എട്ടുകാലിയുടെ വീടായ വലയെപ്പോലെയാണ്, ചിലന്തി വലയെപ്പോലെയാണ് എന്ന് അള്ളാഹു ഉദാഹരണം പറയുന്നുണ്ട്. ഈ ഉദാഹരണങ്ങളടങ്ങുന്ന
അള്ളാഹുവിൻ്റെ കൗല്, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ യഹൂദികൾ അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, മാ അറാദല്ലാഹു ബിദിക്രി ഹാദിഹിൽ അഷിയാഇ അൽ ഖസീസ, ഈ നിസ്സാരമായ കാര്യങ്ങളെ പറയൽ കൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? മാ അറാദല്ലാഹു, എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ബിദിക്രി ഹാദിഹിൽ അഷിയാഇൽ ഖസീസ, ഖസീസ എന്ന് പറഞ്ഞാൽ നിസ്സാരമായത്. ഇത്തരം നിസ്സാരമായ കാര്യങ്ങളെ പറയൽ കൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് പറയാൻ തുടങ്ങിയവർ ഫഅൻസല അലൈഹ, അപ്പോൾ അവർക്കുള്ള മറുപടിയായിക്കൊണ്ട്, ആ കൗലിനുള്ള അവരുടെ ആ പരിഹാസത്തിനുള്ള മറുപടിയായിക്കൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് ഇനി പറയുന്നത്. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല, ലാ യസ്തഹി, അള്ളാഹു ലജ്ജിക്കുന്നില്ല, അയ്യളിരിബ മസലൻ, അയ്യജഅല മസലൻ, അയ്യളിരിബ മസലൻ, ഉദാഹരണം പറയാൻ വേണ്ടി. ലൊറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുക, ഉദാഹരിക്കുക, അതിനാണ് ലൊറബ മസലൻ എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുന്നത്. അന്നല്ലാഹ ലാ യസ്തഹി, നിശ്ചയം അല്ലാഹു, ഇന്നല്ലാഹ ലാ യസ്തഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നില്ല, അയ്യളിരിബ മസലൻ, ഉദാഹരണം പറയാൻ, അയ്യജഅല മസലൻ, ഉദാഹരണമാക്കാൻ. എന്തിനെ? മഫ്ഉലുൽ അവ്വൽ, മസലൻ എന്നുള്ളത് ലൊറബ എന്ന ഫിഅലിൻ്റെ ഒന്നാമത്തെ മഫ്ഊലാണ്. അയ്യളിരിബ മസലൻ, അള്ളാഹു ഉദാഹരണം പറയാൻ ലജ്ജിക്കുന്നില്ല, മാ ഒന്നിനെ, മസലം മാ ഒന്നിനെ, ഒരു കാര്യത്തെ ഉദാഹരണം പറയാൻ വേണ്ടി അള്ളാഹു ലജ്ജിക്കുന്നില്ല. ആ മാ എന്നുള്ളത് നക്കിറത്തുൻ, അത് നക്കിറയാണ്, മഅരിഫയല്ല, നക്കിറയാണ്. മൗസൂഫത്തുൻ, അത് സിഫത്ത് വെക്കപ്പെട്ടിരിക്കുന്നു, ബിമാ ബഅദഹ, ശേഷം പറയാൻ പോകുന്ന ജുംലകളെ കൊണ്ട്. ആ മാ എന്നുള്ള പദം നക്കിറയാണ്, മാത്രമല്ല അത് മൗസൂഫത്തുൻ, സിഫത്ത് വെക്കപ്പെട്ടിരിക്കുന്നു, ബിമാ ബഅദഹ, ഇനി ശേഷം പറയാൻ പോകുന്ന ജുംലകളെ കൊണ്ട്. അത് മഫ്ഊലുൻ സാനീൻ, രണ്ടാം മഫ്ഊലുമാണ്. ലൊറബ എന്ന ഫിഅലിൻ്റെ, അയ്യളിരിബ എന്ന ഫിഅലിൻ്റെ രണ്ടാം മഫ്ഊലുമാണ് മാ എന്നുള്ളത്. മസലൻ എന്നുള്ളത് ഒന്നാം മഫ്ഊലും മാ എന്നുള്ളത് രണ്ടാം മഫ്ഊലും. അങ്ങനെ രണ്ട് മഫ്ഊലുകളിലേക്ക് വിട്ടുകിടക്കുന്ന ഫിഅലായിട്ടാണ് ലറബ യളിരിബു അയ്യളിരിബ എന്നുള്ളത് ഇവിടെ വന്നിട്ടുള്ളത്. അയ്യളിരിബ മസലമ്മ, ഒരു കാര്യത്തെയും അള്ളാഹു ഉദാഹരണം പറയാൻ വേണ്ടി ലജ്ജിക്കുന്നില്ല. ഐ മസലുക്കാന, എന്തുദാഹരണമാകട്ടെ, എന്തുദാഹരണമാകട്ടെ, എന്തിനു തന്നെയായാലും അതിനെ ഒന്നും ഉദാഹരണമായി പറയാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ഔ, അല്ലെങ്കിൽ ആ മാ എന്നുള്ളത് ഒന്നുകിൽ നമ്മൾ പറഞ്ഞു നെക്കിറത്തുൻ, അത് നെക്കിറയാണ്, മഫ്ഊലുൻ സാനിയുൻ രണ്ടാം മഫ്ഊലുമായിട്ട് വന്നിട്ടുള്ളതാണ്. ഔ അല്ല എന്നുണ്ടെങ്കിൽ സായിദത്തുൻ, ആ മാ എന്നുള്ളത് അവിടെ സായിദയാണ്, അതിന് ഒരു ഇഅ്റാബിയായ സ്ഥാനമില്ല, അത് സായിദയായി വന്നിട്ടുള്ളതാണ്. ലി തഅക്കീദിൽ ഖിസ്സത്തി, നിസ്സാരതയെ തൗക്കീദ് ചെയ്യാൻ വേണ്ടി, നിസ്സാരതയെ ഉറപ്പിക്കാൻ വേണ്ടി, വ്യക്തമാക്കാൻ വേണ്ടി സായിദയായി വന്നിട്ടുള്ള, അധികരിച്ചു വന്നിട്ടുള്ള ഒരു പദമാണ് മാ എന്നുള്ളത്. അപ്പോൾ ആ മാ എന്നുള്ളതിന് രണ്ട് രൂപത്തിൽ നമുക്ക് അർത്ഥം പറയാൻ പറ്റും. മാ എന്നുള്ളത് ഒന്നുകിൽ അത് ലറബ അയ്യളിരിബു അയ്യളിരിബ എന്നുള്ളതിൻ്റെ രണ്ടാം മഫ്ഊലായി വന്നതാണ്, അല്ല എന്നുണ്ടെങ്കിൽ നിസ്സാരതയെ വ്യക്തമാക്കാൻ വേണ്ടി സായിദയായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ സായിദയായി വരുമ്പോൾ ലറബ എന്നുള്ളതിൻ്റെ രണ്ടാം മഫ്ഊല് ഏതാണ്? ഫമാ ബഅദഹ, അപ്പോൾ അതിന് ശേഷമുള്ളത്, ആ മാ എന്ന പദത്തിന് ശേഷമുള്ള ഇനി വരാനിരിക്കുന്ന ജുംലകളാണ് അൽ മഫ്ഊലു സാനി, ലറബ എന്നുള്ളതിൻ്റെ രണ്ടാം മഫ്ഊല്. അപ്പോൾ ലറബ അയ്യളിരിബ മസലൻ എന്നുള്ളിടത്ത് ലറബ എന്നുള്ളത് രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്ന ഫിഅലാണ്. ഒന്നുകിൽ അതിൻ്റെ ഒന്നാം മഫ്ഊല് മസലൻ എന്നുള്ളതും രണ്ടാം മഫ്ഊല് മാ എന്നുള്ളതും, അല്ല എന്നുണ്ടെങ്കിൽ ഒന്നാം മഫ്ഊല് മസലൻ എന്നുള്ളതും മാ എന്നുള്ളത് സായിദയായി വന്നത്, ഇനി ശേഷം പറയാൻ പോകുന്ന ജുംലകൾ അല്ലെങ്കിൽ ശേഷം പറയാൻ പോകുന്ന പദം അൽ-റബയുടെ രണ്ടാം മഫ്ഊല്. രണ്ട് രൂപത്തിലും അവിടെ ഇറാബ് പറയാൻ പറ്റും. അപ്പോൾ അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ ലാ യസ്തഹി, അള്ളാഹു ലജ്ജിക്കുന്നില്ല, അയ്യളിരിബ മസലമ്മ, ഒരു ഉദാഹരണത്തെയും ഉദാഹരിക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ബഊലത്തൻ മുഫ്രദൻ ബഊദു, അൽ ബഊദു ബഊല്, ബഊല് എന്ന് പറഞ്ഞാൽ കൊതുകാണ്, കൊതുക്. ഹുവ സിഗാറുൽ ബഖി, അയ്യളിരിബ മസലമ്മ ബഊലത്തൻ, ഒരു കൊതുകിനെ പോലും ഉദാഹരണമായി പറയാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. മുഫ്രദുൽ അൽ ബഊല്, ബഊല്, ബഊൽ എന്നാണ് ബഊലത്തൻ എന്നുള്ളതിൻ്റെ മുഫ്രദായ പദം ബഊല്. വഹുവ, അത് സിഗാറുൽ ബഖി, ചെറിയ ഈയാമ്പാറ്റയുടെ പ്രാണികളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രാണിയാണ് കൊതുക് എന്ന് പറയുന്നത് എന്ന് വിശദീകരിച്ചു തന്നതാണത്.
ഐസിഹാറുൽ ബക്കി, ചെറിയ ഒരു പ്രാണിയായ കൊതുകിനെപ്പോലും, അത്രയും നിസ്സാരമായ ഒരു കൊതുകിനെപ്പോലും ഉദാഹരണമായി പറയാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ഫമാ ഫൗഖഹ, അതിന് മുകളിലുള്ള, അതിനേക്കാൾ നിസ്സാരമായ നിസ്സാരതയുടെ വിഷയത്തിൽ അതിൻ്റെ മുകളിലുള്ള ഒന്നിനെയും ഉദാഹരണമായി പറയാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ഐ അക്ബറു മിൻഹ, ഫമാ ഫൗഖഹ അതിന് മുകളിലുള്ള എന്ന് പറഞ്ഞാൽ ഐ അക്ബറു മിൻഹ, അതിനേക്കാൾ വലിയതിനെയും നിസ്സാരതയുടെ വിഷയത്തിൽ കൊതുകിനെയും അതിനേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ നിസ്സാരതയുടെ വിഷയത്തിൽ വലുതായിട്ടുള്ള, അഥവാ കൊതുകിനേക്കാൾ ചെറുതായിട്ടുള്ള വല്ല ജീവി ഉണ്ടെങ്കിൽ ആ ജീവിയെപ്പോലും ഉദാഹരണമായി പറയാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ഐ ലാ യത്റകു ബയാനുഹു ലിമാ ഫീഹി മിനൽ ഹികമി, ലാ യത്റകു ബയാനുഹു, അത്തരം കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങളുടെ വിശദീകരണം പോലും അള്ളാഹു ഉപേക്ഷിക്കുകയില്ല. ലിമാ ഫീഹി മിനൽ ഹികമി, കാരണം അതൊക്കെ പറയലിൽ ഓരോ തന്ത്രങ്ങളുണ്ട്, ഓരോ ഗുണപാഠങ്ങളുണ്ട്, ഓരോ ഹിക്മത്തുകളുണ്ട്. അതുകൊണ്ട് ഇത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും അതൊന്നും പറയുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നില്ല. അള്ളാഹു അത് പറയലിനെ, അതിനെ വിശദീകരിക്കലിനെ ഉപേക്ഷിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ് ഫഅമ്മല്ലദീന ആമനു, അപ്പോൾ വിശ്വാസികളായ ആളുകളുണ്ടല്ലോ, ഈമാനുള്ള വിശ്വസിച്ചവരായ ആളുകളുണ്ടല്ലോ, അവർ ഫയഅലമൂന, അവർക്ക് അറിയാം, അവർ അറിയുന്നു, അന്നഹു നിശ്ചയമാ, ഉദാഹരണങ്ങളുണ്ടല്ലോ, അൽ മസല അന്നൽ മസല, നിശ്ചയമാ ഉദാഹരണമുണ്ടല്ലോ, അത് അൽ ഹഖു, അത് യാഥാർത്ഥ്യമാണ് എന്ന്, സത്യമാണ് എന്ന്, അസ്സാബിത്തു സ്ഥിരപ്പെട്ടതാണ് എന്ന്, അൽ വാഖിഉ മൗഖിഉഹു അത് സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ അത് ഉള്ളതാണ് എന്ന്, സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നവർക്ക്, അവർ അറിഞ്ഞിരിക്കുന്നു, മിൻ റബ്ബിഹിം, അത് അവരുടെ റബ്ബിൽ നിന്ന് തന്നെയുള്ള ഉദാഹരണമാണ്, അള്ളാഹു തന്നെ പറഞ്ഞ ഉദാഹരണമാണ് എന്നവർ അറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ വഅമ്മല്ലദീന കഫറു, അപ്പോൾ കാഫിരീങ്ങളായ ഒരു കൂട്ടരുണ്ടല്ലോ, കുഫ്ർ കാണിക്കുന്ന കുഫ്രിൻ്റെ ആളുകളുണ്ടല്ലോ, ഫയഖൂലൂന, അവർ പറഞ്ഞു നടക്കും, മാദാ അറാദല്ലാഹു ബിഹാദാ മസലൻ, ഇതൊക്കെ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ അവർ പറഞ്ഞു നടക്കും. മാദാ അറാദല്ലാഹു, എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, ബിഹാദ, ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ, ബിഹാദാ മസലൻ, ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഉദാഹരണം വെക്കുന്നത് കൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ അവർ പറഞ്ഞു നടക്കും. മസലൻ എന്നുള്ളത് തമ്മീസായി വന്നതാണ്. അഥവാ അതിൻ്റെ മാനയായി പറയുകയാണ്, ബിഹാദൽ മസലി, ഈ ഉദാഹരണം കൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ കാഫിരീങ്ങളായ ആളുകൾ പറഞ്ഞു നടക്കും. എന്നാൽ ഫഅമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖു മിർ റബ്ബിഹിം, മുഅ്മിനീങ്ങളായ ആളുകൾ ഇതവരുടെ റബ്ബിൽ നിന്നും യഥാർത്ഥത്തിൽ ഉണ്ടായ ഉദാഹരണമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, വഅമ്മല്ലദീന കഫറൂ ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല, കാഫിരീങ്ങളായ ആളുകൾ പറഞ്ഞു നടക്കുന്നത് അല്ലാഹു എന്താണ് ഇത്തരം ഉദാഹരണങ്ങളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു നടക്കും അവർ. മാദാ അറാദല്ലാ എന്ന് പറയുന്നിടത്തുള്ള മാ എന്ന പദം അത് ഇസ്തിഫ്ഹാമുൻ, അത് ഇസ്തിഫ്ഹാമിന് വേണ്ടിയിട്ടാണ്, ചോദ്യം ചോദിക്കാൻ. മാദാ അറാദല്ലാ, എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന ഇസ്തിഫ്ഹാമിൻ്റെ മായാണത്. ഇസ്തിഫ്ഹാമുൻ ഇൻകാരിൻ, അത് ഇൻകാരിയായ ഇസ്തിഫ്ഹാമാണ്. ഇൻകാരിയായ ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യത്തെ നിഷേധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ചോദ്യരൂപത്തിൽ ചോദിക്കുന്ന ഒരു പ്രയോഗത്തിനാണ് ഇസ്തിഫ്ഹാമുൻ ഇൻകാരിയുൻ എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാദാ അറാദല്ലാ, എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അത് അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ലേ, അല്ലെങ്കിൽ എത്ര നിസ്സാരമായ കാര്യമാണ് അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നവർ അള്ളാഹുവിൻ്റെ ഈ ഒരു ഉദാഹരണത്തെ നിഷേധിച്ചുകൊണ്ട്, ഇൻകാർ ചെയ്തുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ടാണ് ആ മായെ ഇസ്തിഫാമുൻ ഇൻകാരിയൻ എന്ന് നമ്മൾ പറയാൻ കാരണം. മാത്രമല്ല അത് മുബത്തദഉമാണത്. മാദാ എന്നുള്ളിടത്തുള്ള മാ എന്നുള്ളത് മുബത്തദ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ദാ എന്നുള്ളത് ബിമഅന അല്ലദീ എന്നുള്ള ഇസ്മു മൗസൂലയുടെ അർത്ഥത്തിന് വന്നിട്ടുള്ളതാണ് ദാ എന്നുള്ള പദം. ബിസിലത്തിഹി, ഇസ്മു മൗസൂലിയാകുമ്പോൾ അതിനൊരു സിലയുണ്ടായിരിക്കണം. ബിസിലത്തിഹി, അതിൻ്റെ സില എന്ന് പറയുന്നത് ഖബറുഹു, അതിൻ്റെ ഖബറാണ്, ആ മായുടെ ഖബറാണ്. അയ്യു ഫായിദത്തിൻ ഫീഹി, അഥവാ മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഈ ഉദാഹരണങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ മാന അയ്യു ഫായിദത്തിൻ ഫീഹി, എന്ത് ഉപകാരമാണ് ഇത്തരം ഉദാഹരണങ്ങൾ, നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് ഉദാഹരണം പറയുന്നതിൽ ഉള്ളത് എന്നവർ നിഷേധിച്ചുകൊണ്ട് നിഷേധ രൂപത്തിൽ അവർ ചോദിക്കുകയാണ്.
അതിൻ്റെ മാതാ എന്നുള്ളതിൻ്റെ ഏറാബാണ് നമ്മൾ പറഞ്ഞത്. മാ എന്നുള്ളത് ഇസ്തിഫാമുൻ ഇൻകാരിയാണ്, മാത്രമല്ല അത് മുബ്തദഉമാണ്. വദാ എന്നുള്ളത് ബിമാന അല്ലദി, അല്ലദി എന്ന ഇസ്മു മൗസൂലയുടെ പകരം വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിന് വന്നിട്ടുള്ളതാണ്. ബിസ്വിലത്തിഹി അതിൻ്റെ സിലയോട് കൂടെ, അതിൻ്റെ സില ഖബറുഹു ഈ മാ എന്നുള്ളതിൻ്റെ ഖബറുമാണ്. അപ്പോൾ ഇത്തരത്തിൽ കാഫിരീങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ ഈ ഉദാഹരണത്തെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹു ഇതുകൊണ്ടൊക്കെ എന്ത് ഉപകാരമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഖാലല്ലാഹു തആല ഫി ജവാബിഹിം, അവർക്കുള്ള മറുപടിയായിട്ട് ഉത്തരമായിട്ട് അള്ളാഹു പറയുകയാണ്. അള്ളാഹു പറയുന്നു ഫി ജവാബിഹിം, അവരുടെ മറുപടിയായിട്ട് അവർക്കുള്ള ഉത്തരമായിട്ട് പറയുന്നു, യുളില്ലു ബിഹി ഐ ബിഹാദൽ മസ്ലി, ഈ ഉദാഹരണം കൊണ്ട് വഴികേടിലായി പോകുന്നു, മാർഗഭ്രഷ്ടം സംഭവിക്കുന്നു. യുളില്ലു ബിഹി വഴികേടിലായി പോകുന്നു, ഐ ബിഹാദൽ മസ്ലി ഈ ഉദാഹരണം കൊണ്ട് കസീറൻ ഒരുപാട് ആളുകൾ, അനിൽ ഹക്കിനെ തൊട്ട് അവർ വഴികേടിലായി പോകുന്നു, വഴിതെറ്റിപ്പോകുന്നു. ലികുഫിരിഹിം ബിഹി, കാരണം അവർ ഈ ഉദാഹരണം കൊണ്ട് നിഷേധ്യരാണ്. അവർ കുഫ്ർ കാണിക്കുന്നുണ്ട്, നിഷേധം കാണിക്കുന്നുണ്ട്, അവരിതിനെ വിശ്വസിക്കുന്നില്ല. ഇത് പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഹക്കിനെ തൊട്ട്, യഥാർത്ഥ്യത്തെ തൊട്ട് അവർ വഴിതെറ്റിപ്പോകുന്നു, വഴികേടിലായി പോകുന്നു. യുളില്ലു ബിഹി ഈ ഉദാഹരണം കൊണ്ട്, ഐ ബിഹാദൽ മസലി ഈ ഉദാഹരണം കൊണ്ട് വഴിപിഴച്ചു പോകുന്നു, കസീറൻ ഒരുപാട് ആളുകൾ, അനിൽ ഹക്കി സത്യമാർഗത്തെ തൊട്ട് പിഴച്ചു പോകുന്നു. ലികുഫിരിഹിം ബിഹി അവർ ഈ ഉദാഹരണങ്ങളെ നിഷേധിക്കുന്നത് കാരണത്താൽ. വയഹ്ദീ ബിഹി ഒരുപാട് ആളുകൾ ആ ഉദാഹരണം കൊണ്ട്, വയഹ്ദീ ബിഹി ആ ഉദാഹരണം കൊണ്ട് ഹിദായത്ത് ലഭിക്കുന്നുണ്ട്, സന്മാർഗം ലഭിക്കുന്നുണ്ട്. കസീറൻ ഒരുപാട് ആളുകൾക്ക്. അപ്പോൾ രണ്ട് കൂട്ടരുമുണ്ട്. ഈ ഉദാഹരണം കൊണ്ട് വഴികേടിലായി പോകുന്നവരുമുണ്ട്, ഈ ഉദാഹരണം കൊണ്ട് ഹിദായത്ത് ലഭിക്കുന്നവരുമുണ്ട്. ആരാണ് ഹിദായത്ത് ലഭിക്കുന്നവർ? മിനൽ മുഅ്മിനീന മുഅ്മിനീങ്ങളായ ആളുകൾ. എന്തുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ട് ഹിദായത്ത് ലഭിച്ചത്? ലിതസ്ദീഖിഹിം ബിഹി ഈ ഉദാഹരണങ്ങളെ അവർ സത്യമാക്കി, അവർ വിശ്വസിച്ചു എന്നത് കാരണത്താൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഈ ഉദാഹരണം കൊണ്ട് ഹിദായത്ത് ലഭിക്കുന്നു, സന്മാർഗം ലഭിക്കുന്നു. എന്നാൽ ഒരുപാട് കാഫിരീങ്ങളായ ആളുകൾ അവർ ഈ ഉദാഹരണത്തെ നിഷേധിക്കുന്നു എന്നത് കാരണത്താൽ അവർ വഴിപിഴച്ചു പോവുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമായുദില്ലു ബിഹി ആ ഉദാഹരണങ്ങളെ കൊണ്ട് വഴിപിഴച്ചു പോയിട്ടില്ല ഇല്ലൽ ഫാസിഖീന ഫാസിഖീങ്ങളായ ആളുകളല്ലാതെ. അൽ ഖാരിജീന അൻ തോഅത്തിഹി ഫാസിഖ് എന്ന് പറഞ്ഞാൽ അൽ ഖാരിജീന പുറത്തു പോയവരാണവർ, അൻ തോഅത്തിഹി അള്ളാഹുവിനെ തോഅത്ത് ചെയ്യുന്നതിനെ തൊട്ട്, അള്ളാഹുവിന് വഴിപ്പെടുന്നതിനെ തൊട്ട് പുറത്തു പോയ ഫാസിഖീങ്ങളായ കപടവിശ്വാസികളായ തെമ്മാടികളായ ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ ഉദാഹരണങ്ങളെ കൊണ്ട് വഴിപിഴച്ചു പോകുന്നത് എന്ന് അള്ളാഹു പറയുകയാണ്. പിന്നീട് പറയുന്നു, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി അല്ലദീന ഒരു കൂട്ടരായ ആളുകൾ, ഒരു കൂട്ടർ നഅത്തുൻ അതൊരു വിശേഷണമാണ്, നഅത്തായി സിഫത്തായി കൊണ്ട് പറഞ്ഞതാണ്. ആരാണ് ആളുകൾ? യൻഖുദൂന അഹദല്ലാഹി യൻഖുദൂന അവർ പൊളിക്കുന്നു, അവർ ഇല്ലാതെയാക്കുന്നു, പൊളിച്ചു കളയുന്നു. അഹദല്ലാഹി അള്ളാഹുവിൻ്റെ കരാറിനെ, അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തെ അവർ പൊളിച്ചു കളയുന്നു. മാ അഹദഹു ഇലൈഹിം അള്ളാഹു അവരിലേക്ക് ചെയ്ത വാഗ്ദാനത്തെ, കരാറിനെ, ഒരു കരാറിനെ, അഹദഹു അതിനെ ചെയ്തിരിക്കുന്നു, വാഗ്ദാനം ചെയ്തിരിക്കുന്നു, കരാർ ചെയ്തിരിക്കുന്നു അള്ളാഹു ഇലൈഹിം അവരിലേക്ക്, ഫിൽ കുത്തുബി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലായിക്കൊണ്ട് അള്ളാഹു അവരോട് ചെയ്ത കരാറിനെ പൊളിച്ചവരായ ആളുകളുണ്ടല്ലോ. എന്താണ് കരാറ്? മിനൽ ഈമാൻ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ വിശ്വസിക്കണം എന്ന് അള്ളാഹു അവരോട് അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ കരാർ ചെയ്തിരുന്നു, വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനത്തെ, കരാറിനെ അവർ പൊളിച്ചിരിക്കുന്നു. അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് അവർ പൊളിച്ചിരിക്കുന്നത്? മിൻ ബഅദി മീസാഖിഹി എല്ലാ തെളിവുകളും ഉറപ്പുകളും അവർക്ക് വന്നതിന് ശേഷം, മിൻ ബഅദി മീസാഖിഹി ഐ തൗകീദിഹി അലൈഹിം അവരുടെ മേലിൽ പ്രവാചകൻ വരുമെന്നും പ്രവാചകൻ വന്നു എന്നതിനുമുള്ള തെളിവുകളെല്ലാം സ്ഥിരപ്പെട്ടതിന് ശേഷം, ആ ഉറപ്പുകളെല്ലാം ഉണ്ടായതിന് ശേഷം അവർ അള്ളാഹുവിനോടുള്ള കരാറിനെ, ആ മുഹമ്മദ് നബിയെ വിശ്വസിക്കണം എന്നുള്ള കരാറിനെ പൊളിച്ചവരായ ആളുകളുണ്ടല്ലോ. മാത്രമല്ല വയഖ്തഊന മാ അമറല്ലാഹു ബിഹി വയഖ്തഊന അവർ മുറിച്ചു കളഞ്ഞിരിക്കുന്നു, മാ അമറല്ലാഹു ബിഹി അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യങ്ങളെ. എന്താണത്? അയ്യൂസല അവർ കുടുംബബന്ധം പുലർത്തണമെന്ന്, സിലത്തുർ റഹ്മ കുടുംബബന്ധം പുലർത്തണമെന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചിരുന്നു. ആ കൽപ്പനയെ അവർ പൊളിച്ചു കളയുകയും മുറിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു ഈ കൂട്ടരായ ആളുകൾ.
രണ്ട് വിഭാഗക്കാരെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, പ്രവാചകനെ വിശ്വസിക്കുക എന്നുള്ള കാര്യത്തെ എന്ന ഒരു കരാറിനെ എല്ലാ തെളിവുകളും വന്നതിന് ശേഷവും ആ കരാറിനെ പൊളിച്ചു കളഞ്ഞവർ, വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, കുടുംബബന്ധം പുലർത്തണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ മുറിച്ചു കളഞ്ഞവർ. ആ രണ്ട് കാര്യങ്ങളാണ് ശേഷം പറയുന്നത്. മിനൽ ഈമാനി ബിൻ നബി, പ്രവാചകനെ വിശ്വസിക്കണമെന്നും, വറഹ്മി, കുടുംബബന്ധം പുലർത്തണമെന്നും, വഗൈറു ദാലിക, ഇതല്ലാത്തതുമായ കാര്യങ്ങളെ കൊണ്ടൊക്കെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളെ, അള്ളാഹു അവരോട് ചെയ്ത കരാറുകളെ മുറിച്ചവരായ ആളുകളുണ്ടല്ലോ, ആ കൂട്ടര്. അൻ എന്നുള്ള പദം, അൻ യൂസല എന്നുള്ള പദം ബദലും മിൻ ദമീരി ബിഹി, മാ അമറല്ലാഹു ബിഹി എന്നുള്ള ബിഹി എന്ന ഹി എന്ന ലമീറിൻ്റെ ബദലായിട്ട് വന്നതാണ്, അതിന് പകരമായിട്ട് വന്നതാണ്. മാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യത്തെ അവർ മുറിച്ചു കളഞ്ഞു. ഏതാണ് ആ കാര്യം? അയ്യൂസല, കുടുംബബന്ധം പുലർത്തണം എന്നതാണ്. അപ്പോൾ ആ ബിഹി, ആ കാര്യം കൊണ്ട്, ആ ഒന്നുകൊണ്ട് എന്നുള്ള ഒരു ഹി എന്ന ലമീറിന് ബദലായിട്ട് വന്നിട്ടുള്ളതാണ് അൻ എന്നുള്ള പദം. അങ്ങനെ കുടുംബബന്ധം പുലർത്തണമെന്ന കൽപ്പനയെയും പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കണമെന്ന എന്ന കരാറിനെയും മുറിച്ചവരായ ആളുകളുണ്ടല്ലോ. മാത്രമല്ല വയുഫ്സിദൂന ഫിൽ അർളി, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നു, കലാപങ്ങൾ ഉണ്ടാക്കുന്നു. ബിൽ മആസി, അള്ളാഹുവിനെ തെറ്റ് ചെയ്തുകൊണ്ട്, മഅസിയത്തുകൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ തെറ്റുകൾ ചെയ്തുകൊണ്ട് അവർ ദുനിയാവിൽ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു. വത്തഅവീകി അനിൽ ഈമാനി, ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോകൽ കൊണ്ടും, തഅവീക്കും മാറി നിൽക്കൽ കൊണ്ടും, ഈമാനിൽ നിന്ന് വിട്ടുപോകൽ കൊണ്ടും, അവർ അള്ളാഹുവിന് തെറ്റ് ചെയ്യൽ കൊണ്ടും, ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോകൽ കൊണ്ടും അവർ ഫസാദ് ഉണ്ടാക്കുന്നു ഭൂമിയിൽ. അക്കൂട്ടരായ ആളുകളും ഉണ്ടല്ലോ. ഉലായിക്ക, ആ ആളുകൾ ഐ അൽ മൗസൂഫൂന ബിമാ ദുക്കിറ, ഈ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് സിഫത്ത് വെക്കപ്പെട്ടവരായ ആളുകൾ. ഇപ്പോൾ പറഞ്ഞ സിഫത്തുകൾ, യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, എല്ലാ തെളിവുകളും വന്നതിന് ശേഷവും അള്ളാഹുവിനോടുള്ള കരാർ പൊളിച്ചു. വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, കുടുംബബന്ധം പുലർത്തണമെന്നുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയെ മുറിച്ചു കളഞ്ഞു. വയുഫ്സിദൂന ഫിൽ അർളി, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ സിഫത്തുകളൊക്കെ സിദ്ധിക്കപ്പെട്ട ആളുകൾ, അതാണ് ഉലായിക, ഇക്കൂട്ടർ. അൽ മൗസൂഫൂന ബിമാ ദുക്കിറ, ഈ പറയപ്പെട്ട സിഫത്തുകൾ സിദ്ധിക്കപ്പെട്ട ആളുകൾ. ഹുമുൽ ഖാസിറൂൻ, അവരൊക്കെ പരാജിതരാണ്. അവരൊക്കെ ഖാസിറൂന, പരാജിതരാണ്. ലിമസീരിഹിം ഇലന്നാരി, എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടു പോയത്? ലിമസീരിഹിം, അവർ ആയിത്തീരുന്നു എന്നത് കാരണത്താൽ, ഇലന്നാരി, നരകത്തിലേക്ക്. അൽ മുഅബ്ബദതി, ശാശ്വതമായ നരകത്തിലേക്ക്, കാലാകാലം നരകത്തിലേക്ക് കിടക്കാൻ വിധിക്കപ്പെട്ടവരായി, അല്ലെങ്കിൽ അതിലേക്ക് കാലാകാലം നരകത്തിലേക്ക് എത്തിപ്പെടുന്നവരായി മാറി എന്നത് കാരണത്താൽ അവർ ഖാസിറൂന, പരാജിതരാണ്. ഹുമുൽ ഖാസിറൂൻ, ഉലായിക, അക്കൂട്ടർ. ഹുമുൽ ഖാസിറൂന, അവരൊക്കെ പരാജിതരാണ്. ലിമസീരിഹിം ഇലന്നാരി, അവർ നരകത്തിലേക്ക് ആയിത്തീരുന്നു എന്നത് കാരണത്താൽ. അൽ മുഅബ്ബദതി അലൈഹിം, അവരുടെ മേൽ ശാശ്വതമായ നരകം. കൈഫ തക്ഫുറൂന, എങ്ങനെയാണ് നിഷേധിക്കുന്നത്? യാ അഹ്ല മക്ക, നിങ്ങൾ എങ്ങനെയാണ് മക്കക്കാരെ നിഷേധിക്കുന്നത്, കുഫ്ർ കാണിക്കുന്നത്? കൈഫ തക്ഫുറൂന, നിങ്ങൾ എങ്ങനെയാണ് കുഫ്ർ കാണിക്കുന്നത്? യാ അഹ്ല മക്ക, ഓ മക്കക്കാരെ. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ കുഫ്ർ കാണിക്കുന്നത്? വഖദ് കുൻതും അംവാതൻ, നിങ്ങൾ മരിച്ചവരായിരുന്നില്ലയോ, നിങ്ങൾ മയ്യിത്തുകളായിരുന്നില്ലയോ? വഖദ് കുൻതും, നിങ്ങൾ ആയിരുന്നില്ലയോ? അംവാതൻ, മയ്യിത്തുകളായിരുന്നില്ലയോ? നുത്ഫൻ ഫിൽ അസ്ലാബി, നിങ്ങളുടെ പിതാക്കന്മാരുടെ മുതുകുകളിൽ ബീജത്തുള്ളികളായ നിലക്ക് നിങ്ങൾ മരിച്ചവരായിരുന്നില്ലയോ? നുത്ഫൻ, ബീജത്തുള്ളികളായിട്ട്. ഫിൽ അസുലാബി, അസുലാബ് മുതുക്. ഫിൽ അസുലാബി, നിങ്ങളുടെ പിതാക്കന്മാരുടെ മുതുകിൽ നിങ്ങൾ ബീജത്തുള്ളികളായ നിലക്ക് മരിച്ച അവസ്ഥയിലായിരുന്നില്ലയോ? ജീവനില്ലാത്ത അവസ്ഥയിലായിരുന്നില്ലയോ? ഫഅഹ്യാക്കും, അപ്പോൾ ഞാൻ നിങ്ങളെ ജീവിപ്പിച്ചു, ജീവൻ നൽകി. അള്ളാഹു പറയുകയാണ്, ഫഅഹ്യാക്കും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകി. ഫിൽ അർഹാമി, നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലും. വദ്ദുന്യ, ദുന്യാവിലും നിങ്ങൾക്ക് ഞാൻ ജീവൻ നൽകി. ബിനഫഖിർ റൂഹി ഫീക്കും, ബിനഫഖിർ റൂഹി, റൂഹ് ഊതൽ കൊണ്ട്. ഫീക്കും, നിങ്ങളിൽ. ബീജത്തുള്ളികളായി നിങ്ങളുടെ പിതാക്കന്മാരുടെ മുതുകുകളിൽ ജീവനില്ലാത്ത അവസ്ഥയിൽ കിടന്നിരുന്ന നിങ്ങളെ
റൂഹ് നിങ്ങളിലേക്ക് ഊതൽ കൊണ്ട് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ ദുന്യാവിലും നിങ്ങളെ ഞാൻ ജീവനുള്ളവരാക്കി മാറ്റി ജീവിപ്പിച്ചു. വൽ ഇസ്തിഫ്ഹാമു കൈഫ തക്ഫുറൂന എന്നുള്ളിടത്തുള്ള ഇസ്തിഫാം, കൈഫ തക്ഫുറൂന നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത് എന്ന ഇസ്തിഫാം ലിത്തഅജ്ജുബി അത് അത്ഭുതത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അതൊരു അത്ഭുതകരമായ ചോദ്യമാണ്, അത്ഭുതമായി ചോദിക്കുകയാണ്. മിൻ കുഫ്രിഹിം ആ മക്കക്കാരുടെ കുഫ്ർ കാരണത്താൽ മഅ ഖിയാമിൽ ബുർഹാനി എല്ലാ തെളിവുകളും അവർക്ക് ഉണ്ടായതിന് ശേഷം, അവരൊക്കെ മുമ്പ് മരിച്ച അവസ്ഥയിലായിരുന്നു, ഒരു ബീജത്തുള്ളിയായിരുന്നു. പിന്നീട് അള്ളാഹു അതിനെ അവരുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ ദുന്യാവിലേക്ക് അവരെ ജീവനുള്ളതായ അവസ്ഥയിൽ അള്ളാഹു അവരെ ജീവനുള്ളവരാക്കി മാറ്റി. ഇതിനുള്ള എല്ലാ തെളിവുകളും അവർക്ക് കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും പിന്നെ എന്തിനാണ് സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത് എന്ന ഒരു അത്ഭുതമായി കൊണ്ട് ചോദിക്കുകയാണ്. അതാണ് വൽ ഇസ്തിഫാം. ഇവിടെയുള്ള കൈഫ തക്ഫുറൂന എന്ന പദത്തിലുള്ള ഇസ്തിഫാം ലിത്തഅജ്ജുബി അത് അത്ഭുതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. മിൻ കുഫ്രിഹിം മഅ ഖിയാമിൽ ബുർഹാനി എല്ലാ തെളിവുകളും അവർക്ക് വന്നതിന് ശേഷം, എല്ലാ തെളിവുകളും അവർക്ക് സ്ഥിരപ്പെട്ടതിന് ശേഷം പിന്നെയും എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുന്നത് എന്ന് അത്ഭുതകരമായി കൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹു. ഔലി തൗബീഹി അല്ലെങ്കിൽ അവരെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എങ്ങനെ നിങ്ങൾ നിഷേധിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ ജീവനില്ലാത്ത നിങ്ങളെ ജീവിപ്പിച്ച സൃഷ്ടാവിനെ നിഷേധിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് പരിഹാസമായി കൊണ്ട് ചോദിക്കുകയാണ്. കൈഫ തക്ഫുറൂന നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്, നിഷേധിക്കാൻ സാധിക്കുന്നത് ബില്ലാഹി അള്ളാഹുവിനെ. വകുൻതും അംവാതൻ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മുതുകുകളിൽ ബീജത്തുള്ളികളായ അവസ്ഥയിൽ മരിച്ചവരായിരുന്നു, ജീവനില്ലാത്തവരായിരുന്നു. ഫഅഹ്യാക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകി, നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിലും ദുന്യാവിലുമായി ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകി. സുമ്മ യുമീതുക്കും പിന്നെ ഞാൻ നിങ്ങളെ വീണ്ടും മരിപ്പിക്കും. ഇൻദ ഇൻതിഹാഇ ആജാലിക്കും നിങ്ങളുടെ ആയുസ് തീരുന്ന സമയത്ത്. സുമ്മ യുമീതുക്കും പിന്നെ ഞാൻ നിങ്ങളെ മരിപ്പിക്കും, നിങ്ങളെ അള്ളാഹു മരിപ്പിക്കും. ഇൻദ ഇൻതിഹാഇ ആജാലിക്കും നിങ്ങളുടെ അവധി തീരുന്ന, നിങ്ങളുടെ ആയുസ് തീരുന്ന സമയത്ത്. സുമ്മ യുഹ്യീക്കും പിന്നെ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ബിൽ ബഅസി പുനർജീവനത്തിന് വേണ്ടിയിട്ട്, പുനർജീവനം കൊണ്ട് അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വെച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമൂത്ത് ഊതുമ്പോൾ പുനർജന്മമായി കൊണ്ട് പിന്നെ ഞാൻ നിങ്ങളെ വീണ്ടും ജനിപ്പിക്കും. സുമ്മ യുഹ്യീക്കും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകും. ബിൽ ബഅസി പുനർജീവനത്തിൻ്റെ ദിവസത്തിൽ. സുമ്മ ഇലൈഹി തുർജഊൻ പിന്നെ ആ അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. സുമ്മ ഇലൈഹി പിന്നെ അള്ളാഹുവിലേക്ക് തന്നെയാണ്. തുർജഊന നിങ്ങൾ മടങ്ങുന്നത്, തുറദ്ദൂന നിങ്ങൾ മടങ്ങി പോകുന്നത്. ബഅദൽ ബഅസി പുനർജനനത്തിന് ശേഷം. ഫയുജാസിക്കും അങ്ങനെ നിങ്ങൾ പുനർജനിപ്പിക്കപ്പെട്ടാൽ ഫയുജാസിക്കും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും. ബി അഅമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും. സൽപ്രവർത്തികൾ ചെയ്തവർക്ക് കൂലികൾ നൽകപ്പെടും, ദുഷ്പ്രവർത്തികൾ ചീത്ത കാര്യങ്ങൾ ചെയ്തവർക്ക് ശിക്ഷയും നൽകപ്പെടും. വഖാല എന്നിട്ട് അള്ളാഹു പറയുകയാണ് ദലീലൻ അലൽ ബഅസി പുനർജനനത്തിന് തെളിവായി കൊണ്ട് പറയുകയാണ്. ലിമാ അങ്കറൂഹു അവർ ആ പുനർജന്മത്തെ അവർ നിഷേധിക്കുന്നുണ്ട്. കാഫിരീങ്ങൾ, മക്കക്കുഫാരികൾ, മുശ്രിക്കുകൾ അവർ ഈ പുനർജന്മത്തെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് രണ്ടാമത് ജനിക്കുമെന്ന പുനർജന്മത്തെ നിഷേധിക്കുന്നുണ്ട്. അത് കാരണത്താൽ അള്ളാഹു അവർക്ക് തെളിവായി കൊണ്ട് പറയുകയാണ്, പുനർജന്മം ഉണ്ട് എന്നതിന് തെളിവായി അള്ളാഹു പറയുകയാണ്. ഹുവല്ലദീ ഹുവ അള്ളാഹുവാണ്, അല്ലദീ ഒരുത്തൻ, ഖലക ലക്കും ഖലക അള്ളാഹു സൃഷ്ടിച്ചു, ലക്കും നിങ്ങൾക്ക് വേണ്ടി, മാ ഫിൽ അർളി ഭൂമിയിലുള്ള എല്ലാത്തിനെയും. ഹുവല്ലദീ ആ അള്ളാഹു ഒരുത്തനാണ്, ഹുവ അള്ളാഹു അല്ലദീ ഒരുത്തനാണ്, ഖലക ലക്കും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു, മാ ഫിൽ അർളി ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ഐ അൽ അർളി ഭൂമിയെയും, വമാ ഫീഹ ആ ഭൂമിയിലുള്ളതിനെയും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ജമീഅൻ എല്ലാ വസ്തുക്കളെയും, ഭൂമിയെയും ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഐ ലിതൻതഫിഉ ബിഹി നിങ്ങളതുകൊണ്ട് ഉപകാരമെടുക്കാൻ വേണ്ടി, വതഅതബിറു നിങ്ങൾ ഗുണപാഠമുള്ളവരാകാനും വേണ്ടി. സുമ്മസ്തവ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞിരിക്കുന്നു, ഉദ്ദേശിച്ചിരിക്കുന്നു. ബഅദ ഖൽഖിൽ അർളി ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം. ഐ ഖസദ ഇസ്തവ എന്നതിൻ്റെ മാനയാണ് ഖസദ അള്ളാഹു ഉദ്ദേശിച്ചു.
ബഅദ ഖൽഖിൽ അർളി ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു ഉദ്ദേശിച്ചു ഇലസ്സമായി ആകാശത്തിലേക്ക് അല്ലാഹു തിരിഞ്ഞു, അല്ലാഹു ഉദ്ദേശിച്ചു, അഥവാ ആകാശത്തെ സൃഷ്ടിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു. ഫസവ്വാഹുന്ന അങ്ങനെ അല്ലാഹു ആ ആകാശത്തെ സാധ്യമാക്കി, അല്ലാഹു ആ ആകാശത്തെ നേരെയാക്കി. അല്ലമീറു ഫസവ്വാഹുന്ന എന്നുള്ള ഹുന്ന എന്ന ലമീർ യർജിഉ അത് മടങ്ങുന്നു ഇലസ്സമായി സമായിലേക്ക്. സമാ എന്നുള്ള പദം മുഫ്രദായിട്ട് പോലും ഹുന്ന എന്നുള്ള ജംഅ മുഅന്നസിൻ്റെ ലമീറിനെ അവിടെ കൊണ്ടുവരാൻ കാരണം പറയുകയാണ്. അല്ലമീറു ഹുന്ന എന്ന ലമീർ യർജിഉ അത് മടങ്ങുന്നു സമായി എന്ന പദത്തിലേക്ക്. ലി അന്നഹ കാരണം ആ സമാ എന്ന പദം ഫി മഅനൽ ജംഇൽ ആയിലത്തി ഇലൈഹി ജംഇൻ്റെ അർത്ഥത്തിനാണ് വന്നിട്ടുള്ളത്. സമാ എന്നുള്ളത് മുഫ്രദായ പദമാണെങ്കിലും കൂടി 7 ആകാശം എന്ന ജംആയ മഅനക്ക് വേണ്ടിയിട്ടാണ് സമാ എന്ന പദം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഫസവ്വാഹുന്ന എന്നുള്ള ജംഅ മുഅന്നസിൻ്റെ ലമീറിനെ അവിടെ ഉപയോഗിക്കാൻ കാരണം. ഐ സൊയ്യറഹ സവ്വാഹുന്ന എന്ന് പറഞ്ഞാൽ സൊയ്യറഹ അല്ലാഹു ആകാശത്തെ നിർമ്മിച്ചു, ഉണ്ടാക്കിയെടുത്തു. കമാഫി ആയത്തിൻ ഉഖ്റ മറ്റൊരായത്തിനും ഇതേ പ്രയോഗമുണ്ടായിട്ടുണ്ട്. ഫഖലാഹുന്ന സൊയ്യറഹ എന്ന അർത്ഥത്തിന് ഇവിടെ സവ്വാഹുന്ന എന്ന് ഉപയോഗിച്ചതുപോലെ മറ്റൊരു സൂറത്തിൽ ഫഖലാഹുന്ന എന്ന് അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അർത്ഥം സൊയ്യറഹ അല്ലാഹു ആകാശത്തെ നിർമ്മിച്ചു, ഖലഖ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിനാണ്. സബ്അ സമാവാത്തിൻ 7 ആകാശങ്ങളെയും വഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല ബികുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളെ കൊണ്ടും അലീമുൻ അറിയുന്നവനാണ്. മുജ്മലൻ അത് ഗോപ്യമായ കാര്യങ്ങളാവട്ടെ, മുഫസ്സലൻ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാകട്ടെ, ഏതു തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ശരി അല്ലാഹു ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ അറിയുന്നവനാണ്. അഫലാ തഅതബിറൂന എന്നിട്ടും നിങ്ങൾ ഗുണപാഠം ശ്രദ്ധിക്കുന്നില്ലയോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ? അന്നൽ ഖാദിറ അലാ ഖൽഖി ദാലിക ഈ വസ്തുക്കളെയെല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവൻ, അന്നൽ ഖാദിറ കഴിവുള്ളവൻ, അലാ ഖൽഖി ദാലിക ഈ പറയപ്പെട്ട വസ്തുക്കളെയൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, ഇബ്തിദാഅൻ തുടക്കമായ രൂപത്തിൽ, ഇതിനെയൊക്കെ തുടക്കത്തിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായ അല്ലാഹു വഹുവ അഅലമു മിൻകും അല്ലാഹു നിങ്ങളെക്കാൾ അലീമാണ്, നിങ്ങളെക്കാൾ മഹോന്നതനാണ്, ഉന്നതനാണ്. അങ്ങനെ തുടക്കത്തിൽ ഈ വസ്തുക്കളെയൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ള അല്ലാഹുവിന് ഖാദിറുൻ അവൻ കഴിവുള്ളവൻ തന്നെയാണ്. അലാ ഇആദത്തിക്കും നിങ്ങളെ മടക്കി കൊണ്ടുവരാനും, തുടക്കമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ സാധിച്ച അല്ലാഹുവിന് നിങ്ങൾ മരിച്ചതിന് ശേഷം പുനർജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നില്ലേ എന്ന്. ഒരു വസ്തു, ആ വസ്തുവിനെ അല്ലാഹു ആദ്യം സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ വസ്തു ഇല്ല, അത് ഖദീമായതല്ല, അത് മുമ്പുള്ളതല്ല. ഇല്ലാത്ത ഒരു വസ്തുവിനെ തുടക്കം എന്ന നിലക്ക് അല്ലാഹു സൃഷ്ടിച്ചു. പിന്നെ ആ വസ്തുവിനെ തന്നെ ഒന്നുകൂടി സൃഷ്ടിക്കാൻ എന്തായാലും അല്ലാഹുക്ക് സാധിക്കുമല്ലോ. ഒരു വസ്തുവിനെ ആദ്യമായി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വസ്തുവിനെ ഒന്നുകൂടി നിർമ്മിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായ കാര്യമാണ്. അതാണ് അവിടെ ചോദിക്കുന്നത്. അഫലാ തഅതബിറൂന നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? അന്നൽ ഖാദിറ അലാ ഖൽഖി ദാലിക ഇബ്തിദാഅൻ ഈ വസ്തുക്കളെയെല്ലാം തുടക്കമായ രൂപത്തിൽ, തുടക്കം എന്ന നിലക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നവൻ, ഖാദിറുൻ അലാ ഇആദത്തിക്കും നിങ്ങളെയൊക്കെ മടക്കി കൊണ്ടുവരാനും സാധിക്കുന്നവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ എന്ന് അല്ലാഹു ചോദിക്കുന്നു.